എടാ നിനക്ക് എന്താ കാര്യമെന്ന് നീ തെളിച്ചു പറ. അളിയാ, അളിയന്റെ ഭാര്യ എന്റെ മൂത്ത മകള് ജഗദമ്പ ചേച്ചി മാള് മോളെ എന്റെ ഈ കൈകളിലോട്ടാ പെറ്റിട്ടത്. ആണോ? ആണ്. അന്ന് മോനെ ഈ നിമിഷം വരെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്നിട്ട് അവിടെ ഗൾഫിൽ നിന്ന് ഇത്ര സാധനം കൊടുത്ത് വിട്ട് എനിക്കൊരു മുട്ടായി തുണ്ട് തന്നു വിട്ടാളിയാ. മുട്ടായി തുണ്ട് എനിക്ക് വേണ്ട. എന്നാലും അളിയാ മുരളി, നീ ഇങ്ങനത്തെ വർത്താനം പറയരുത്. എന്താ വർത്താനം പറയാ? മാള് വിളിച്ചപ്പോ ഞാൻ നീ കൂടെ ഒരുമിച്ചിരുന്ന് നിന്നാണോ അവളോട് സംസാരിച്ചത്? അപ്പൊ നീ മാളിനോട് എന്താ പറഞ്ഞേ? എനിക്കൊന്നും വേണമെന്ന് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, മോന്റെ പൊന്നുമോളെ ഒന്ന് കണ്ടാ മതി, മോൾ അവിടെ നന്നായിട്ട് ഇരിക്കും, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നല്ല പറഞ്ഞേ. അറിയാതെ എന്റെ മര്യാദ കൊടുത്തു വിടണ്ട, അവിടെ മര്യാദ അതെടുത്ത് എന്റെ തരണം നിങ്ങളുടെ മര്യാദ. മനസ്സിലായി? നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? ഓ പെട്ടി കെട്ട് അവളെല്ലാം മതി പറഞ്ഞ അവിടെ എടി ഇത് കണ്ട അവൻ പിണങ്ങിയിരിക്കും. നീ എന്തിനാ സങ്കടം പറഞ്ഞത്? ഒരു മുട്ടായി തുണ്ട് എനിക്ക് കൊടുത്തു വിട്ടാ. മുട്ടായി തുണ്ട് കൊച്ചൊന്നും അവനെ കൊണ്ട് കൊടുത്തില്ലെന്ന്. മുരളി അകത്ത് അകത്തകത്ത് അകത്തി ഇനി അകത്താ കീറിപ്പോ. എന്തോന്ന് അകത്താൻ പറഞ്ഞു? കാലകത്തുന്ന കാര്യമില്ല പറഞ്ഞത്. പിന്നെ ഇങ്ങനത്തെ സംസാരം അകത്ത് അവിടെ മതി. പുറത്ത് സംസാരിച്ച് ആരെങ്കിലും കേട്ട നാണക്കേടല്ലേ? തൊഴിലുറപ്പിന് എന്തിരുന്ന് വാവല ചീർന്ന പെണ്ണുമുള്ളയാ. അവക്കിപ്പോ ഗൾഫിൽ നിന്ന് മോള് കുറച്ച് സാധനം കൊണ്ടുവരുന്നപ്പോഴത്തേന് അകത്ത് അല്ല സമയത്ത് പുറത്ത്. ഇപ്പൊ നിനക്ക് അകത്ത് ഇല്ല. മോള് ഗൾഫിലാന്ന് പറഞ്ഞ ഇത്ര ആകാരം എനിക്കൊരു മുട്ടായി തുണി എനിക്ക് വേണ്ട. അത് വേറെ കേസ്. ഇതിനകത്തൊരു വാച്ച് ഉണ്ടാവും, നീ എടുത്തു. വേണ്ടറിയാ ടൈമിക്സിന്റെ വാച്ചാന്ന്. എനിക്ക് വേണ്ട. അളിയന്റെ അനിയച്ചാറുണ്ടല്ലോ, അനിയച്ചാർക്ക് കൊണ്ട് കൊടുക്കും. ശാച്ചിക്ക് അവന് കൊണ്ട് കൊടുക്കും. അവൻ കുതിരാൻ കിടക്കല്ലേ? കുതിരാൻ കിടക്കാൻ അവനെന്തോ വൻപയറോ? പാലക്കാട് കുതിരാൻ അവൻ കിടക്കില്ല, അവൻ അവിടെ അല്ല പണി. അവൻ അവിടെ കിടക്കണേ എറിഞ്ഞങ്ങോട്ട് കൊടുക്കും, അവന് കൊണ്ട് കൊടുക്കും. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. അത് വേറെ കേസ്. എന്നാലും വേണ്ട. എടാ നീ ഇങ്ങനെ കടന്ന് മസിൽ പിടിക്കാതെ നീ ഇതിന്റെ കൂടെ ഒന്ന് കൂടിക്കടാ. എന്താ കൂടാ? എനിക്ക് വേണ്ടല്ലേ ഒരു സാധനം. എനിക്കൊരു മുട്ടായി തുണ്ട് കൊടുത്തു വിടാല്ല. എന്തെങ്കിലും ഒരു സാധനം പോട്ടതെ. ഈ മൊബൈൽ കൊണ്ട് നടക്കുന്നു. മൊബൈൽ കൊടുത്തു വിടാല്ല. നാലോ ചോദിക്കാം. ഇതെന്തോ ഇതിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ എന്തോ? മൊബൈൽ എന്തിന്? എന്റെ കൂട്ടുകാരൻ സത്താറ് ഗൾഫിൽ നിന്ന് കൊടുത്തു വിട്ടത്. ഇതാ ഇത് മതി. ഇത് വെച്ച് നീ അങ്ങനെ ഫോൺ ചെയ്യുന്നേ? ഇത് ഈ റബ്ബറെ പിടിച്ച് വലിക്കുമ്പോൾ 9 ഞങ്ങും, ഈ റബ്ബറെ പിടിച്ച് വലിക്കുമ്പോൾ 8 ഞങ്ങും. അങ്ങനെ ഞാൻ പിടിച്ചോളാം. അപ്പൊ ഇത് കത്താർ കൊടുത്തു വിട്ട മൊബൈൽ അല്ല, കത്താർ കൊടുത്തു വിട്ട ഗിത്താർ. ഗിത്താറോ? അവളെ ഏതോ ഒരു മൊബൈൽ കൊടുത്തു വിടുന്ന കേസ് പറഞ്ഞില്ലേ? എനിക്ക് മൊബൈൽ കൊടുത്തു വിടുന്നത്. എടാ മൊബൈൽ കൊടുത്തു വിടുന്ന കേസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിനക്ക് ആ ഒരു ബ്ലാക്ക് ബെറിയുടെ മൊബൈൽ അവളൊക്കെ പറഞ്ഞു കൊടുത്തു വിടാം. എനിക്ക് നിങ്ങളുടെ ഒരു ബെറിയും വേണ്ട. എനിക്ക് എന്റെ കൂട്ടുകാരൻ സത്താറ് അവനെ തട്ടാൻ ഈ ഗിത്താർ മൊബൈൽ മതി. അതുകൊണ്ട് ഞാൻ നടന്നല്ലോ. എനിക്ക് വേണ്ട. നീ ആരോടാ ഈ സംസാരിക്കുന്നത്? അളിയനോട്. ഈ അളിയനോട് നിനക്കൊരു കാര്യം അറിയോ? പണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ചേട്ടൻ ഇങ്ങോട്ട് കയറി വരുമ്പോ നീ തന്നെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അറിയോ? അന്ന് നീ സിനിമ കാണാൻ പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പം ഞാൻ നമ്മുടെ ജനാലിക്കട വീട്ടിൽ പോയി TV VCD പ്ലെയറും കടം വാങ്ങി ഇവിടെ കൊണ്ട് നിനക്ക് സിനിമ കാണിച്ചു തരും. ആകാശദൂത് അത് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിനക്ക് മാവില് ആ പുളിയ മാവില് കയറി നിനക്ക് ഊഞ്ഞാലിട്ട് തരും. അറിയോ? ഇതൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? ഇതൊക്കെ പറയുമ്പോ നിനക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഒരുപാട് പ്രായമായ പോലെ തോന്നുന്നു. എന്റെ പ്രായം കൂട്ടാൻ നിൽക്കേണ്ട രണ്ടുപേരും കൂടെ എനിക്ക് എന്തായാലും താനെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. എനിക്കൊന്നും വേണ്ട. അത് വേറെ കേസ്. അണ്ടിപ്പരിപ്പ് കഴിച്ചേ ക്യാഷ്. ഈ കൊല്ലത്തെ അണ്ടി ഓഫീസിന്റെ തൊട്ട് ഫ്രണ്ടിൽ താമസിക്കുന്ന നമുക്ക് അളിയാ അത് തിന്നാൻ കൊതി. ഈ കാശ് വേണ്ടിട്ട് തിന്നാൻ കൊതി. അല്ല ഇപ്പൊ ഓരോരുത്തരുടെ പേരെഴുതി കൊടുത്തു വിട്ടല്ലേടാ. രവി ചേട്ടന് ടോർച്ച്. ടോർച്ച് 6 മണി കഴിഞ്ഞാൽ പേടിയാ വെളിയിലോട്ട് ഇറങ്ങാൻ. സന്ധ്യ കഴിഞ്ഞാ ആ രവി മാമന് ടോർച്ച് എന്തോട്ടാക്കാൻ അയാൾക്ക് ടോർച്ച്. ദാമോദരൻ മാഷ് കോച്ച് വാദം പിടിച്ച് പരിക്കാത്ത തളർന്ന് കിടക്കുക. ദാമോദരൻ ചേട്ടൻ അവന് കോച്ച്. എന്നാലും അവൻ കയറ്റത്തുള്ളൂ കോച്ച്. ഓൺലൈനിൽ പഠിക്കുന്ന യേശു അവന് കൊടുത്തോട്ട് എന്തോന്നൊരു മൊബൈല്. അവനെ പള്ളിക്കൂടത്തി വിട്ടാ അവൻ പഠിക്കണില്ല. പിന്നെ ആ പള്ളിക്കൂടെ കളറി എന്തിനു മൊബൈൽ മേടിച്ചോടാ? ഓൺലൈൻ ക്ലാസ്സിന്റെ കാലം കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ പോണു. ഇവിടെ ഞാൻ നിൽക്കത്തില്ല. ഞാൻ കുറെ നാൾ കൊണ്ട് ഈ അവഗണന ഞാൻ സഹിക്കുന്നുണ്ട്. അളിയാ ഇന്നാള് മാളുവിന്റെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് കുറെ ആൾക്കാർ ഇവിടെ വന്ന ബന്ധുക്കള്. അപ്പൊ അവര് എല്ലാ ആൾക്കാരും അളിയൻ പരിചയപ്പെടുത്തി. എന്നെ പരിചയപ്പെടുത്തി. അളിയാ എന്നെ അളിയൻ പരിചയപ്പെടുത്തി. ഞാൻ ഓർക്കുന്നില്ല. ഊട്ടിക്കിടക്കുന്ന തത്ത എല്ലാവർക്കും അറിയാം അതിന്റെ പേര് തത്തയെന്നാണ്. ഇതും ഞങ്ങളുടെ തത്തയെന്നും പറഞ്ഞാൽ ഞാൻ പരിചയപ്പെടുത്തി. അപ്പോഴും എന്നെ പരിചയപ്പെടുത്തിയില്ല. പോട്ടെ, എനിക്കത് വേണ്ട. പിന്നെ ചായ കൊടുത്തപ്പോ ഒരു ഈച്ച അതിനകത്ത് വന്നിരുന്നു. അതിനെ വരെ മണിയനീച്ചാന്ന് പറഞ്ഞാൽ ഞാൻ പരിചയപ്പെടുത്തി. അപ്പോഴും എന്നെ അളിയൻ പരിചയപ്പെടുത്തില്ല. ഈ അപകടം ഞാൻ കുറെ നാൾ കൊണ്ട് സഹിക്കുവാളി. അതുകൊണ്ട് സഹിക്കാൻ ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല. ഞാൻ പോടും. നീ പോ. ഞാൻ പോകും. നീ പോ. എന്തോ നീ പോണോ? ഇച്ചിരി പുളിക്കും. എന്തോ എന്റെ വീടാ, എന്റെ പേരിലുള്ള വീടാ. ഇതാ നിങ്ങൾ രണ്ടുപേരും പരിപാടി ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം. നിങ്ങൾ ഇറങ്ങി പോവല്ലോ. പക്ഷെ ആധാരം ഇരിക്കുന്ന എന്റെ കയ്യിലല്ലേ? എന്തോ ആധാരം എന്റെ കയ്യിലായിരിക്കണേ. അതിനകത്ത് കിടക്കുന്ന പേരെന്റെയാ. ആ പേരൊക്കെ മാറ്റാൻ എനിക്കറിയാം. ആണോ? ആണോ? ആണ്. ഞാൻ വേറെ തെളിവ് കൊണ്ടുവന്നാലോ? നീ തെളിവ് കൊണ്ടോ? അങ്ങനെ നിനക്ക് തെളിവ് കൊണ്ട് നിനക്ക് വേണമെങ്കിൽ നീ സിറോക്സ് കാട്ടുവാ. ഓഹോ, ഗുണ്ടായിസം. ഏതാ എന്റെ പരിക്കകത്ത് കയറി ആധാരം കൈ വെച്ചിട്ട് ഇനിയിപ്പോ ഗുണ്ടായിസം. നീ പോയിട്ട് വാടാ, സിറോക്സ് കാട്ട് വാടാ. ശരി, നമുക്ക് വാളും പേരും ഒക്കെ ഉണ്ടയ്യാ. എടാ എവിടെ നിൽക്കണ്ടാ നീ? എടാ നീ അല്ലാതെ വേറെ ഫിറോസ് ആരുണ്ടോ നമ്മുടെ കൂടെ ഉള്ള? അളിയനുമായിട്ട് ചെറിയ വിഷയം. അപ്പൊ ഫിറോസുമായിട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ നാളെ രാവിലെ നമുക്ക് കൊടുക്കാമല്ലോ പണി.
കൊടുക്കാല്ല ഫിറോസുമായിട്ട് ഇപ്പൊ വരുമല്ലോ നമ്മൾ. എടാ നിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാത്ത? ഒരു സ്ഥലത്ത് ഞങ്ങൾ അടുപ്പിക്കാത്തതിന്റെ കാര്യമോ? എന്താ? നിന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചില്ലറ പാടല്ല പെട്ടത്. നിന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവരുന്നു ഒരു സ്ഥലത്ത്. കോട്ടയത്ത്. കോട്ടയത്ത്. എന്നിട്ട് ആ കോട്ടയത്ത് നീ എന്തോ പറഞ്ഞു അവർക്ക്? ഞാനാണോ പറഞ്ഞ? ആ പെണ്ണിന്റെ തന്ത ഇല്ലേ പറഞ്ഞേ? നീ തന്നെ പറഞ്ഞത്. ഞാനല്ല, എന്റെ അളിയനാണ്, ഞാനല്ല. നീ എന്തോ പറഞ്ഞു നോർത്ത് നോക്ക്. ആ പെണ്ണിന്റെ തന്ത പറഞ്ഞു പെങ്കൊച്ചിനെ കാണിച്ചിട്ട് ഞങ്ങൾ തമ്മേ അച്ഛനും മോളും കേട്ടോ എന്ന് പറഞ്ഞു. എന്റെ ശുദ്ധഗതിക്ക് ഞാൻ പറഞ്ഞു, പക്ഷെ അച്ചാച്ചന്റെ കൂട്ടുകാരന്റെ മുഖഷേപ്പ് കണ്ട അവര് തമ്മിൽ അച്ഛനും മോളും അന്നേ പറയത്തോളൂ എന്ന് പറഞ്ഞു. ഇതെന്റെ കുഴപ്പമാണോ ഞാനത് പറഞ്ഞേ? എടാ അവര് ഡിവോഴ്സായി. അവർ അന്നു മുതൽ തുടങ്ങി അടിയാതെയോ? ഡിവോഴ്സ് ആയാലും ആ പെങ്കൊച്ചിന് സ്വന്തം തന്ത കണ്ടുപിടിച്ച് കൊടുത്താനാ ഞാൻ. ഞാൻ പോകും. ഞാൻ ഇവിടെ നിൽക്കത്തില്ല, ഞാൻ പോണു. ഞാൻ പോകുന്നു. നീ എവിടെ പോണ്? ഞാൻ പോവും. നീ പോടാ. ഞാൻ പോവും. പോ നീ. ഞാൻ പോ. നീ അടി അടിച്ചു ഞാൻ. ഒന്നാനാം മലപ്പുറത്ത് ഒടിച്ചു കുത്തിയ മൈലാഞ്ചി മൈലാഞ്ചി കായതിന് പൂവതിന്മേലി തളതിന്. എന്താ ഞങ്ങള് നിന്നെ ഒന്ന് കളിപ്പിച്ചല്ലേ? പിന്നെ നിനക്ക് എന്തെങ്കിലും കൊടുത്തുവിടാതിരിക്കുവോ അവള്? അതാ ഞാൻ ആലോചിക്കും. വേണ്ട വേണ്ട എന്നാലും പിന്നെ വേണ്ട. നിന്റെ മുഖം ഞാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി വേണ്ട. ഇനി എന്നെ അങ്ങനെ കളിപ്പിക്കണ്ട. നോക്ക്, കണ്ണു പറഞ്ഞു നോക്ക്. നിനക്ക് എന്താ കൊണ്ടുവന്നാ വേണ്ട. നീ എടുത്ത് വെച്ച് നോക്ക്. നോക്ക്, എല്ലാവർക്കും കൊണ്ടുവന്ന പോലെ കാണാ വിളവടിപ്പുള്ള സാധനം കൊണ്ടുവന്ന മാള് മോള്. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ കാലൊക്കെ അഴുക്കായിരിക്കും. ഞാൻ പോയിട്ട് അവിടെ പോയി കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട് വരാം. അത് മതി. അതല്ല എന്നെ കൊച്ചു കൊടുത്തു വിട്ടാ. നിന്റെ കറുത്ത പാന്റിന്റെ കൂടെ നന്നായിട്ട് ചേരും കേട്ടാ. കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇതിട്ടൊന്ന് പോണേ. എന്റെ സാരി ഇതെങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാ ഉണ്ടല്ല നമുക്ക് കണ്ട് ഈ വയസ്സുകാലത്ത് പോ. നിന്നെ പ്രത്യേക ഉക്കാടി ഇതൊക്കെ ഇട്ട് കഴിയുമ്പോ ചെറുക്കാൻ നീ ഷൂസ് ഇട്ടില്ലായിരുന്നാടാ? കാലി കെട്ടിട്ട് അവന് മാള് അവനങ്ങ് പേടിച്ചു പേടി. അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വിട്ട എന്റെ കൊച്ചു മാളും അവള് കൊടുത്തു വിട്ടു. നിനക്ക് കിട്ടിയാടി സാരി? നല്ല സാരി. മറ്റവന്റെ ടോർച്ച് അവന്റെ അല്ലേ? അമ്മമ്മ കെട്ടിക്കാൻ ടോർച്ച്, അതിന്റെ പിറ്റേ ദിവസം കഴിക്കാൻ സ്കോച്ച് മറ്റവന്. അല്ലെങ്കിലും കിട്ടി. അണ്ടിപ്പരിപ്പ് കിട്ടുന്നു. എനിക്ക് കൊടുത്തു വിട്ടാണ്ട അടിപൊളി ഈ സാധനം. പിന്നെ ഇത് ഇട്ടോണ്ട് പോയ ഒരു ഉപകാരമുണ്ട്. എന്നെ കളഞ്ഞു പോത്തില്ല. എന്നെ കളഞ്ഞു പോയാൽ പിടി കേടുപിടുന്നതിനെ എടുത്തോണ്ട് വരും. എടാ ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം? എന്നാ ഗോച്ചറ വൃശ്ചികത്തിൽ ഇരുട്ടത്തോണ്ട് കളഞ്ഞാലും തപ്പി എടുത്തോണ്ട് ഇതെന്താ കുഴപ്പം? എന്തായാലും ഇതെത്തോണ്ട് എങ്ങനെയാണ് ഞാൻ പുറത്ത് പോകുന്നത്? ഇത് പിള്ളേർ കളിക്കണം, താനെ കീക്കി അടിക്കണം. ഞാൻ അവളോട് പറഞ്ഞു ഗൾഫിൽ നിന്ന് വരുമ്പോ എന്തോ വേണോന്ന് ചോദിച്ചാലും ഒന്നും വേണ്ടാന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്കറിയായിരുന്നു അവൾ എന്തായാലും തരും. പക്ഷെ ഇതുപോലെ തരരുതെന്ന് അവളോടൊന്നും പറയണം. പിന്നെ ഇത് കൊടുത്തയച്ച സ്ഥിതിക്ക് ഈ ലൈറ്റ് കത്തുന്നൊരു കൊമ്പൂടെ കൊടുത്തു വിടാൻ പാടില്ല. അല്ല ഇതിപ്പോ ഉത്സവ സീസണാണല്ലോ. ആ കൊമ്പൂടെ വെച്ച് ഇതൂടെ കത്തിച്ചിട്ട് ഞാൻ വല്ല ഉത്സവപ്പറമ്പ് പോയി പ്ലോട്ടായിട്ടൊക്കെ നിക്കാം. മുരളി കൂടാ